ഹായ് ഫ്രണ്ട്സ്, എല്ലാം മുറിയെ പണിയെടുത്താൽ പല്ല മുറിയെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു ഉപദേശമാണത്. ഒരു പഴഞ്ചൊല്ല് നമ്മളെല്ലാവരുടെയും വീട്ടിൽ മിക്കപ്പോഴും കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണത്. എൻ്റെ ഇപ്പോൾ വീട്ടിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് പഠിച്ചിട്ട് ഒരു ജോലി മേടിച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഉപദേശം. ശുഭം, അത്രയേ ഉള്ളൂ. ആ കാശ് എങ്ങനെ സേവ് ചെയ്യണമെന്നോ വൈസായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ആ മണി എങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ളൊരു ഉപദേശം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യം വളരെ വളരെ റെയറായിട്ടുള്ള കേസാണ്. നമ്മുടെ പാരൻസിന് തന്നെ അതെങ്ങനെ അറിയാമോ എന്നതിന് ഒരു ഡൗട്ടാണ് എനിക്ക്. ഇപ്പോൾ ഒരു 30 വയസ്സിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫിനാൻഷ്യൽ റൂൾസ് ഉണ്ട്. നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മളത് അറിഞ്ഞിരിക്കണം. ഇന്നത്തെ വീഡിയോ അങ്ങനെ കുറച്ച് ഫിനാൻഷ്യൽ റൂൾസിനെ പറ്റിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ടു എക്സ് ഇൻവെസ്റ്റിംഗ് റൂൾ. നമ്മളെല്ലാവരും എന്തിനെങ്കിലുമൊക്കെ ലക്ഷറി പ്രോഡക്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ് ചിലവാക്കുന്നുണ്ട്. നമ്മൾ എത്ര കാശ് ചിലവാക്കുന്നോ ആ ലക്ഷറി ഐറ്റത്തിന് അത്രയും കാശ് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും കൂടെ വേണം. ഇപ്പം ഞാനൊരു 1000 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചെന്ന് വെച്ചു, 1000 രൂപ ഞാനൊരു സേവിങ്സിലോട്ടും കൂടി മാറ്റി വയ്ക്കണം. അതാണ് 2x ഇൻവെസ്റ്റ്മെൻറ്റ് റൂൾ. വളരെ സിമ്പിളായിട്ടുള്ള റൂളാണ്, പക്ഷെ നമ്മൾ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്? ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ മാത്രമാണ് സമ്പാദിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേരിൽ ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ഫാമിലിക്ക് എന്താ പറയുക, അതൊരു വളരെ വലിയ സപ്പോർട്ടായിരിക്കും. സപ്പോർട്ടെന്നല്ല, ഉറപ്പായിട്ടും വേണം. ഞാൻ ഈ ടേം ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ നമ്മുടെ വീട്ടിൽ പറയുമ്പോൾ അവരെന്നോട് പറയുന്നത്, നീ എന്താ ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നതെന്നാണ്. ടേം ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു നെഗറ്റീവ് ചിന്താഗതിയല്ല, അത് ശരിക്കും ഒരു പ്രാക്ടിക്കൽ ചിന്താഗതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ EMIs ഉണ്ടാവും, ഒരു ഹോം ലോൺ ഉണ്ടാവും, ഒരു കാർ ലോൺ ഉണ്ടാവും. അതൊക്കെ അവരെങ്ങനെ പേ ചെയ്യും? അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഒരു ടേം ഇൻഷുറൻസ് വേണം. ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്നത് നമ്മുടെ ഒരു ആനുവൽ സാലറിയുടെ അറ്റ്ലീസ്റ്റ് ഒരു 20%, 20 ടൈംസ് എങ്കിലും കവറേജ് ഉള്ളൊരു പോളിസി നമ്മൾ എടുത്തിരിക്കണം എന്നാണ്. അതാണ് ടേം ഇൻഷുറൻസ് റൂള്. എന്തായാലും നിങ്ങൾ ഒരാളാണ് ബ്രെഡ് വിന്നർ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കുക. ഒരു കാറ് വാങ്ങണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. കാർ വാങ്ങുന്നതിന് ഒരു റൂളുണ്ട്, 24-10 റൂൾ. അത് പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാറിൻ്റെ 20% നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യണം. 4 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആ ലോൺ, ബാക്കി എന്തായാലും നിങ്ങളുടെ ലോൺ ആയിരിക്കും. 4 വർഷത്തിനുള്ളിൽ ബാക്കി എമൗണ്ട് നിങ്ങൾ ലോൺ അടച്ചു തീർക്കണം. അത് മാത്രമല്ല, നിങ്ങളുടെ സാലറിയുടെ ഒരു 10% മാത്രമേ EMI ആയിട്ട് പേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് കാർ ലോൺ എടുക്കുന്നതിനുള്ള റൂൾ. സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ നമുക്കത് സാധിച്ചെന്ന് വരില്ല. നമ്മൾ റെൻറ്റഡ് ഹോമിലായിരിക്കും താമസിക്കുന്നത്. റെൻറ്റ് ഹൗസിൽ താമസിക്കുന്നതിനും ഒരു ഫിനാൻഷ്യൽ റൂളുണ്ട്. അത് പറയുന്നത് നമ്മുടെ സാലറിയുടെ 1/3 മാത്രമേ നമ്മൾ റെൻ്റായിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. അതിനേക്കാളും കൂടുതൽ റെൻറ്റ് വരുന്ന ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കാതിരിക്കുക. അതാണ് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്നത്. അതാണ് 1/3 റെൻറ്റ് റൂൾ. അതായത് നിങ്ങളുടെ സാലറി ഇൻറ്റു 1/3 എന്ത് വരുന്നുണ്ടോ അതാണ് മാക്സിമം നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്ന റെൻറ്റ് എമൗണ്ട്. സപ്പോസ് നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ടിനും 1 ലക്ഷം രൂപ കിട്ടുമെന്ന് വെച്ചു. ഇന്നല്ല, ഒരു 10 കൊല്ലം മുമ്പ് നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്തു? ആ 1 ലക്ഷം രൂപ കൊണ്ട് കുറച്ച് സ്ഥലം മേടിച്ചു. 10 കൊല്ലത്തിനിപ്പുറം നിങ്ങൾക്ക് ആ 1 ലക്ഷം രൂപ കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം മേടിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് കാരണം ഇൻഫ്ലേഷനാണ്, പണപ്പെരുപ്പം. അപ്പോൾ ഈ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനും ഒരു ഫിനാൻഷ്യൽ റൂളുണ്ട്. അതാണ് 72 റൂൾ. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ, അതായത് നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിട്ടേൺ ഉണ്ടല്ലോ, അതിനെ 72 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് 72 ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 10% ആണെങ്കിൽ 72/10 ചെയ്യുമ്പോൾ 7.2 ഇയേഴ്സ്. ഈ 7.2 ഇയേഴ്സിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആകും. അതായത് നിങ്ങളുടെ കയ്യിൽ പ്രസൻ്റ്ലി ഉള്ള മണിയുടെ വാല്യൂ ഹാഫ് ആകും. അങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇൻഫ്ലേഷനെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് 72 റൂൾ. അടുത്തത് 3x 6x ഫണ്ട് റൂൾ.
അത് പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3 മാസം മുതൽ 6 മാസം വരെയുള്ള നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിന് ഒരു ഗ്രോസ് എമൗണ്ട് നിങ്ങൾ എമർജൻസി ഫണ്ടായിട്ട് വെക്കണം എന്നാണ്. എമർജൻസി ഫണ്ട് എന്താണെന്നൊക്കെ ഇപ്പം നമ്മുടെ ഒരു പ്രായത്തിലുള്ളവർക്ക് അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ അത് ഞാനൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ 6 മന്ത്സ് മാക്സിമം 6 മന്ത്സ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആനുവൽ എക്സ്പെൻസിൻ്റെ ഒരു സേവിങ്സ് ഉണ്ടാക്കി വെക്കണം. പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ജോലി അങ്ങനെ നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഈ എമർജൻസി ഫണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഉണ്ടാക്കണം. കഴിഞ്ഞ ബഡ്ജറ്റിംഗ് വീഡിയോയിൽ ഞാൻ 50-30-20 ആ റൂളിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു കാര്യം വിട്ടുപോയി. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഇൻക്രിമെൻറ്റ്സ്, ഇൻസെൻറ്റീവ്സ്. നമുക്കിപ്പോൾ ഒരു സാലറിഡ് ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇൻക്രിമെൻറ്റ്സ് കിട്ടും, ആനുവൽ ഇൻക്രിമെൻറ്റ്സ്. അതൊക്കെ നിങ്ങൾ 50-30-20 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 50% നിങ്ങളുടെ എക്സ്പെൻസിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ എക്സ്പെൻസും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ മണി എപ്പോഴും നിങ്ങൾ 50-30-20 റിവേഴ്സ് ആയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻക്രിമെൻറ്റിൻ്റെ 50% ഉറപ്പായിട്ടും നിങ്ങളുടെ സേവിങ്സിലേക്ക് പോകണം. അത് വെച്ചിട്ട് നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇതിൽ എത്ര റൂൾസ് നിങ്ങൾക്ക് അറിയാമായിരുന്നു? എത്ര റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്? ഈ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്ന ഈ റൂൾസൊക്കെ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല. പക്ഷേ എന്നാലും ഒരു 30 വയസ്സിനുള്ളിൽ നമ്മൾ ഈ റൂൾസൊക്കെ അറിഞ്ഞിരിക്കണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.